വെട്രിമാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷ ഭരതിൻ്റെ ഡെബ്യൂ ഡയറക്ഷനാണ് ബാഡ് ഗേൾ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ബാഡ് ഗേൾ എന്ന് പറഞ്ഞ സിനിമയുടെ സബ്ജക്റ്റ് നമ്മൾ കാണാത്ത സബ്ജക്റ്റ് ഒന്നുമില്ല. ഈ കമ്മിങ് ഓഫ് ഏജ് ജോൺട്രയിൽ സിനിമകൾ തുടങ്ങിയ സമയം തൊട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ വെബ് സീരീസ് ആയിട്ടും സിനിമകളായിട്ടും പാൻ ഇന്ത്യ ലെവലിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതായത് ഒരു പാട്രിയാർക്കി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു സ്ത്രീകൾ അവരുടെ ഒരു ജനറേഷൻ വൈസ് അവരെങ്ങനെ അത് ബ്രേക്ക് ഫ്രീ, അതെങ്ങനെ ആ ചെയിൻസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്നെ അവരെങ്ങനെയാണ് സോഷ്യലി കണ്ടീഷൻഡ് ആയിട്ട് അതിലിങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ലൈഫ്, വളരെ ചെയിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അവരെങ്ങനെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. സബ്ജക്റ്റ് വൈസ് ബാഡ് ഗേളിന് അങ്ങനെ ഒരു ഫ്രഷ്നെസ് ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷേ സിനിമ വളരെ റോ ആൻഡ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്, നല്ല സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നമ്മൾ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ മച്ച് ടോൾഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിലും ആ സിനിമ സക്സസ് ആവും, അല്ലെങ്കിൽ അത് ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ബാഡ് ഗേൾ ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള രമ്യനെ അവതരിപ്പിക്കുന്ന അഞ്ജലി ശിവരാമനാണ്. പഴയ സിംഗറൊക്കെ ആയിരുന്ന ചിത്ര അയ്യരുടെ മകളാണ്. എനിക്ക് അഞ്ജലിയുടെ ആക്ടിങ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല ഇമ്പ്രസീവായിട്ട് തോന്നി കേട്ടോ. ആ ക്യാരക്ടർ അല്ലെങ്കിൽ മൊത്തം ഈ സിനിമേനെ ഷോൾഡർ ചെയ്യുന്നത് ശരിക്കും ഈ രമ്യ എന്ന് പറഞ്ഞ അഞ്ജലി ചെയ്യുന്ന ക്യാരക്ടറാണ്. ചെറിയൊരു ക്രൗഡുണ്ട്, അഞ്ജലിയുടെ അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്. അപ്പോൾ ഈ അമ്മയായിട്ട് വരുന്ന ആക്ട്രസ് സുന്ദരി എന്ന് പറഞ്ഞ റോൾ ചെയ്യുന്ന ശാന്തിപ്രിയ, അവരെയും എനിക്ക് നല്ല രീതിയിൽ വളരെ വളരെ ഒരു റിയൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഒരു റെബലായിട്ടുള്ള മകളെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതൊക്കെ ഈ ജനറേഷൻ വൈസ് വരുന്ന ഇത്തരം ഒരു സംഭവം ഉണ്ടല്ലോ. ഇങ്ങനൊരു ചേഞ്ചസ് വരുമ്പോൾ ഉള്ള ഫ്രിക്ഷൻസ്, മനുഷ്യരുടെ ഇടയിലുള്ള ഫ്രിക്ഷൻസ് കാണിക്കുന്നതൊക്കെ വളരെ ജെന്യുവൻ ആയിട്ടാണ് കേട്ടോ സിനിമ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്തിട്ട് ഈ പ്ലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ എനിക്ക് വർഷയുടെ ഒരു സ്ക്രിപ്റ്റായാലും പിന്നെ ഡിറക്ഷൻ സ്റ്റൈലായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ഹൃദു ഹാറൂൺ വരുന്നുണ്ട്. പിന്നെ രമ്യയുടെ ഫ്രണ്ടായിട്ട് ശരണ്യ രവി ഒരു സെൽവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടാണ് ഈ സിനിമയിൽ പിന്നെ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ടീനേജ് തൊട്ട് ഒരു 30+ വരെയുള്ള രമ്യയുടെ ജേണി നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം. അതെങ്ങനെയാണ് അത് നാവിഗേറ്റ് ചെയ്യുന്നത്, അവസാനം അതിൻ്റെ ഒരു ലൈഫ് ലെസൺസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ശരിക്കും നമുക്ക് റിലേറ്റബിൾ ആണ്. അപ്പോൾ ബാഡ് ഗേൾ അങ്ങനെ വളരെ റെക്കമെൻഡബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഹോട്ട്സ്റ്റാറിൽ സിനിമയുണ്ട്, എല്ലാവരും കാണുക.